പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രീ ചിറക്കര മധു, താങ്കൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ കമ്മീഷണറായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും നിരവധി കേസുകൾ പിടിക്കുകയും മറ്റും ചെയ്തതാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഈ ചർച്ചയുടെ ടോപ്പിക്ക് തീരുമാനിച്ചപ്പോൾ ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം, ഈ 300 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് കേസ് എടുക്കാൻ അധികാരമുള്ളത് കേരളത്തിൽ. ഉദ്യോഗസ്ഥരുടെ എണ്ണം 5000 കടക്കുകയാണെങ്കിൽ തന്നെയും, കാരണം നമ്മുടെ നിയമം, നമ്മുടെ സംവിധാനം, നമ്മുടെ ആക്ട് അത്രത്തോളം ദുർബലമാണ്. അത് എങ്ങനെയൊക്കെ അതിനെ ഈ പറഞ്ഞ വിഷയത്തെ ലഘൂകരിക്കാമോ അതിനുള്ള എല്ലാ വഴികളുമുള്ള ഒരു ആക്ട് കൂടിയാണിത്. ഇത് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് ഇത്തരക്കാർക്കാണ്, ഈ കടത്തുകാർക്കാണ്. അതിൻ്റെ കൃത്യമായ ലൂപ്പ് ഹോൾസ് അവർക്കറിയാം, അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പഴുതുകളുള്ള ഒരു സംസ്ഥാനത്തിരുന്നാണ് നമ്മൾ ഇങ്ങനെ ഇതിനെയൊക്കെ ഇല്ലാതാക്കണം, നിഷ്കാസനം ചെയ്യണം എന്ന് പറയുന്നത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ രക്ഷകർത്താർക്ക് ഉത്തരവാദിത്തമുണ്ട് എങ്കിൽ പോലും അതേപോലെ തന്നെ ഇത് ഇല്ലാതാക്കാനുള്ള, ഇത്തരക്കാരെ പിടിച്ചവർക്ക് അർഹമായ ശിക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഭരണ സംവിധാനത്തിനുമുണ്ട്. അത് പാലിക്കപ്പെടുന്നില്ലല്ലോ പലപ്പോഴും. ഇദ്ദേഹം പറഞ്ഞതിനോട് അനുബന്ധമായി ഞാൻ പറയാം. നമ്മുടെ എക്സൈസ് വകുപ്പിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർക്കും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമേ നർക്കോട്ടിക് കേസുകൾ എടുക്കാനും രജിസ്റ്റർ ചെയ്യാനും കഴിയുള്ളൂ. പോലീസിലാണെങ്കിൽ SHO ആയിരിക്കുന്ന ആളാണോ അദ്ദേഹത്തിന് മുകളിലുള്ള ഓഫീസർമാർക്ക് മാത്രമേ കഴിയുള്ളൂ. പോലീസ് ഇൻസ്പെക്ടർ തൊട്ട് മുകളിലോട്ടുള്ളവർക്കേ കഴിയുള്ളൂ. ഇതാണ് ആ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞത്. എക്സൈസിൽ ഇത് ഏകദേശം ഒരു 700-നടുത്ത് ആളുകൾ മാത്രമേ വരികയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ ഇപ്പൊ ചർച്ചയിൽ വന്ന കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, ഈ എക്സൈസ്, പോലീസ് എന്നിവ എന്തുകൊണ്ട് ഇതിനെ കണ്ടുപിടിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നു. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പറയാം സാർ, പറയാം. ഓക്കെ. അപ്പം എന്താ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ബോംബെ തുറമുഖം അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള ചില തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ലഹരി മരുന്നുകൾ വരികയും അത് രാജ്യത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇത് അവിടെ ഒരു കണ്ടെയ്നറിനകത്ത് ഈ മരുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് 500 കോടിയോ 1000 കോടി രൂപ വിൽപ്പനയ്ക്കുള്ള സാധനമാണ് ഈ വരുന്നത്. ഇത് 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തുന്നതിനുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ കടത്തുകാർക്കുള്ളത്. ഈ നെറ്റ്വർക്ക് മുഖാന്തരം നമ്മുടെ സ്റ്റേറ്റിലേക്ക് ഇത് എത്തിയാൽ എല്ലാ ജില്ലകളിലേക്കും ഇത് മണിക്കൂറുകൾ കൊണ്ട് എത്തുന്നതാണ് ഇതിന്റെ അവസ്ഥ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള എല്ലാ തൊഴിൽ മേഖലകളിലുമുള്ള, ഏറ്റവും ഉയർന്ന തൊട്ട് ഏറ്റവും താഴ്ന്ന വരെയുള്ള തൊഴിൽ മേഖലകളിലുള്ള എല്ലാ ആളുകളിലും 1% ആളുകൾ ഇവരുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ കരുതിക്കോണം. അത് ഒരു കോളേജോ ഒരു സ്കൂളോ പരിഗണിച്ചാൽ അതിന്റെ പരിസരത്തുള്ള കടകളാവാം, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാവാം, സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നവരാവാം, ഡ്രൈവർമാരാവാം, മറ്റാര് വേണമെങ്കിലും ആവാം. അതിന് മുകളിലോട്ടുള്ള ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരിലും 100-ൽ 99 പേര് സത്യസന്ധമായി ജീവിക്കുന്ന ജോലി ചെയ്യുന്നെങ്കിൽ അതിൽ ഒരാൾ ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരാൾ കാണും. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞ ഒരു കോളേജിനകത്ത് ഒരു കുട്ടിയെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് കൂടുതലും പരീക്ഷയുടെ സമയത്തും ടൂറിന്റെ സമയത്തും ഒക്കെയാണ് കൂടുതൽ കുട്ടികളെയും ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ടൂറിന്റെ സമയത്ത് നൃത്തം ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, പരീക്ഷ സമയത്ത് അവന്റെ ടെൻഷൻ മാറ്റുക, കൂടുതൽ പഠിക്കാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തന്ത്രപൂർവ്വം അവർ ഇതിനകത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു. മാർക്ക് കുറഞ്ഞ കുട്ടിയോട് അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം എന്ന് പറയുന്നു, അങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ അത് അവിടെയുള്ള കുട്ടികളുടെ തന്നെ സഹായത്തോടുകൂടി ഇദ്ദേഹം ഇടയ്ക്ക് പറയുകയുണ്ടായി. അതുപോലെ കുട്ടികളുടെ തന്നെ സഹായത്തോടുകൂടി അവന് സൗജന്യമായി ഈ മരുന്ന് വിതരണം ചെയ്യുന്നു. സൗജന്യമായി വിതരണം ചെയ്യുന്ന മരുന്ന് ഒരു 3-4 ദിവസം വരെ ഇവന്റെ തലച്ചോറിൽ ഉണ്ടാവും. അതിനുശേഷം 2-3 തവണ ഫ്രീ ആയിട്ട് കൊടുത്തതിനു ശേഷം പിന്നീട് ഇവനെ പണം കൊടുത്തു വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോഴത്തേക്കും ഒരു 3-4 തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഈ കുട്ടി ഇതിന് അഡിക്റ്റ് ആയി കഴിയും. പുതിയ രാസമയക്കുമരുന്നുകൾ 2-3 ഉപയോഗം കൊണ്ട് അടിമയായി തീരുന്നതാണ് ഇപ്പോഴത്തെ ഈ മരുന്നുകളെല്ലാം തന്നെ. MDMA ഉൾപ്പെടെയുള്ളവയുടെ സ്വഭാവം അതാണ്. അതിനുശേഷം പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സമയത്താണ് ഈ നെറ്റ്വർക്കിന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് കുട്ടി എത്തപ്പെടുന്നത്. അപ്പൊ കൃത്യമായും ഒരു 10-20 തവണ കഴിയുമ്പോൾ പണം കൊടുത്ത് വാങ്ങാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ കുട്ടി നെറ്റ്വർക്കിന്റെ ഭാഗമായി മാറുകയും ഒരു ക്യാരിയറായി മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കുന്ന കുട്ടികൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പിടിയിൽ പെടുന്നത്.
അങ്ങനെയാണ് നമുക്ക് കൂടുതലും കുട്ടികൾ ഈ കേസിൽ ഉൾപ്പെടുന്നത് ഈ കാരിയറായി മാറുന്ന സമയത്താണ്. ഇതാണ് ഒരു തരത്തിലുള്ള കടത്തുമാർഗം. എന്നാൽ നമ്മുടെ കോവിഡിന് ശേഷം വന്ന ഒരു മാറ്റം എന്താന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും ഓൺലൈനിലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നുകളും ഓൺലൈനിലാണ് വരുന്നത്. ഇവിടെയാണ് എക്സൈസിനും പോലീസിനും പരാജയം സംഭവിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയാണ് ഈ സാധനങ്ങൾ കടന്നു പോകുന്നത്. ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഡാർക്ക് നെറ്റിനകത്ത് കയറി ഇത് ഓർഡർ ചെയ്ത് വരുത്തിയാൽ ഒരു മനുഷ്യൻ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും പോലും അറിയാതെ ഈ സാധനം അവരുടെ കയ്യിലെത്തുന്നതാണ് ഇന്നത്തെ സ്ഥിതി. ഇത് തിരിച്ചറിയുന്നതിന് നെറ്റ്വർക്കിനെ ഭേദിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ എക്സൈസിനും പോലീസിനും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനെ തടയാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ കിട്ടുന്ന ചെറിയ ചെറിയ വിവരങ്ങളെ വലുതാക്കി വിപുലീകരിച്ചാണ് എക്സൈസും പോലീസും ഇപ്പൊ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേസ് പിടുത്തം മാത്രമല്ല നടക്കുന്നുള്ളൂ സാർ, ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു ഭാഗമുണ്ടല്ലോ. ഈ കേസ് പിടിച്ചാൽ എവിടെ നിന്ന് വന്നു, ആരാണ് ഇതിന് പിന്നിൽ, എവിടെ വരെ അന്വേഷിക്കണം എന്ന കാര്യങ്ങളൊക്കെ, അതിലുള്ള പരിമിതികൾ, അതിനുള്ള പിന്നോട്ട് പോക്ക്, ആ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കേന്ദ്ര ബിന്ദുക്കൾ ആര്, കാരിയേഴ്സിനെയൊക്കെ പിടിക്കപ്പെടും. ഒരുപക്ഷെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളായിരിക്കും പിടിക്കപ്പെടുന്നത്. അതിനുശേഷം അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. അവർ നിർബാധം അവരുടെ പ്രവൃത്തി തുടരും. ഈ പറഞ്ഞ ആളുകളും ജാമ്യം കിട്ടി ഇറങ്ങിയാൽ വീണ്ടും അവർ ഇതിലേക്ക് തന്നെ വരും. അവിടെയാണ് നമ്മൾ ഈ നായ്ക്കളെ വന്ധ്യംകരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ ചില പ്രോജക്റ്റുകൾ കോടിക്കണക്കിന് രൂപ നടത്തിയല്ലോ. എന്തെങ്കിലും ഗുണമുണ്ടായോ? പട്ടികളെ കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പശ്ചാത്തലമാണ്. അതുപോലെ തന്നെ ഈ പറയുന്നതല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇതിന്റെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് പിടികിട്ടിയ ആളിൽ നിന്ന് വേണം പുറകോട്ട് പോകാൻ. അതിന്റെ തൊട്ട് മുകളിലത്തെ ശൃംഖല, അതിന് മുകളിലുള്ള ശൃംഖലയിലേക്ക് നമ്മൾ ചെന്നാൽ മാത്രമേ ഇതിൽ യഥാർത്ഥ വില്ലനെ നമുക്ക് പിടികിട്ടുകയുള്ളൂ. അത് വളരെ പ്രയാസകരമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ പിടികിട്ടുന്ന ആളുകൾ മയക്കുമരുന്നിന് അടിമകളാണ്. അവര് ഒരക്ഷരം തുറന്നു പറയാൻ അവര് തയ്യാറല്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭേദ്യം ചെയ്യലില്ല. അടി കൊടുത്ത് ഒന്നും ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും എടുക്കാൻ കഴിയില്ല, ഒരു തെളിവും സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ ഡിജിറ്റൽ തെളിവുകളുടെ പിന്തുണയോടുകൂടിയാണ് ആരാണ് അടുത്ത ഘട്ടത്തിലുള്ള ആളെന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് കുറെ 3-4 ഘട്ടം കഴിയുമ്പോൾ പിന്നെ നമ്മൾ എത്തപ്പെടുന്നത് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ ഒക്കെ ഉള്ള ഒരു ചേരിയിൽ ആണ് നമ്മൾ എത്തപ്പെടുന്നത്. അവിടെ നിന്നും കണ്ടുപിടിക്കുന്ന ആളുകൾ മിക്കപ്പോഴും വിദേശികളായിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ചെന്നെത്തുന്ന ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത്. അവിടെ പോലും യഥാർത്ഥത്തിലുള്ള വില്ലന്മാരെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരിമിതി തന്നെയാണ്. പിന്നെ ശിക്ഷാവിധി എന്ന് പറയുന്നത് കൃത്യമായും 3 മാസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്ത് ഇവരെ ജയിലിൽ തന്നെ ഇട്ടുകൊണ്ട് ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എക്സൈസും പോലീസും സ്വീകരിച്ചിരുന്ന തന്ത്രം. അതുകൊണ്ട് ഇവർ ഇറങ്ങുന്ന ആ സംഭവം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ ഫലപ്രദമായ മാർഗം. ശരി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ സമീപകാലത്തായി ചില വേട്ടകൾ നടക്കുന്നുണ്ട്. കേരളം മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷെ എന്നാലും എക്സൈസും പോലീസും ഒക്കെ ഇപ്പോഴത്തെ സമീപകാലത്തെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അനക്കം വെച്ചിട്ടുണ്ട്. എത്ര ആളുണ്ടാവുമെന്ന് കണ്ടറിയണം. ശ്രീ വിനു വേലേശ്വരൻ